ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാക്കറ്റ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ കുർത്തിക്കും അതുപോലെ തന്നെ നൈറ്റിക്കും ഒക്കെ വയ്ക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാക്കറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു കുർത്തിയുടെ ഫ്രണ്ട് ഭാഗമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിൻ്റെ റോങ് സൈഡാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ചീത്ത വശത്ത് മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് ഒരു ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്ലാക്കറ്റിൻ്റെ ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ലെങ്ത്തിൽ വേണം നമ്മളവിടെ ആ ഒരു ലൈൻ മാർക്ക് ചെയ്യാനായിട്ട്. ഞാനിതിപ്പോൾ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് ഒരു ലൈൻ ഞാനൊരു 6 ഇഞ്ചിലാണ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊരു 6 ഇഞ്ചോ അല്ലെങ്കിൽ 7 ഇഞ്ചോ ഒക്കെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 6 ഇഞ്ചിലാണ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ ചെയ്ത് വയ്ക്കുക. കുർത്തിയുടെ ചീത്ത വശത്ത് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ഇതുപോലൊരു പീസും വേണം. നമുക്ക് ചുരിദാറിനൊക്കെ ആണെങ്കിൽ ചുരിദാറിൻ്റെ പാൻറ്റിൻ്റെ തുണി എടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ആ പീസിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ പ്ലാക്കറ്റിന് എടുത്തിരിക്കുന്നത് 6 ഇഞ്ചല്ലേ, അപ്പോൾ അതിനേക്കാൾ ഒരു 2 ഇഞ്ച് കൂടുതൽ എടുക്കണം. നിങ്ങൾ 7 ഇഞ്ചാണ് എടുക്കണമെങ്കിൽ നിങ്ങളൊരു 9 ഇഞ്ച് എടുക്കണം. അതായത് നമ്മൾ പ്ലാക്കറ്റിന് എത്രയാണോ വേണ്ടത് അതിൻ്റെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൂടുതൽ എടുക്കുക. എന്നിട്ട് ആ ഒരു പീസിൻ്റെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ അവിടെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ സെൻറ്ററിൽ നിന്ന് നേരെ താഴേക്ക് നമ്മൾ എത്രയാണോ പ്ലാക്കറ്റിന് കുർത്തിയിൽ മാർക്ക് ചെയ്തത് ആ മാർക്ക് ചെയ്ത അതേ മാർക്കിങ് തന്നെ ഇതിലേക്കും ചെയ്യുക. നമ്മൾ കുർത്തിയിൽ 6 ഇഞ്ചല്ലേ മാർക്ക് ചെയ്തത്, അപ്പോൾ ഇതിലും നമ്മളൊരു 6 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്തതിന് ശേഷം അതും ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ച് വയ്ക്കുക. അപ്പം നമ്മൾ ഈ വരച്ച് വെക്കുന്നതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വരയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഏറ്റവും താഴേന്ന് ഒരു 1/2 ഇഞ്ച് 2 സൈഡിലേക്ക് മാർക്ക് ചെയ്യുക. അത് താഴെയും മാർക്ക് ചെയ്യുക, അതുപോലെ തന്നെ മുകളിലും മാർക്ക് ചെയ്യുക. ആ ലൈനിൻ്റെ 2 സൈഡിലേക്കും 1/2 ഇഞ്ച് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 2 ലൈനുകളും തമ്മിൽ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുക. അപ്പോൾ നമുക്കൊരു സ്ക്വയർ പീസ് പോലെ നമ്മളവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. ഇപ്പം നമ്മൾ ആ ലൈനിൻ്റെ 2 സൈഡിലും 1/2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ കുർത്തിയിൽ നമ്മൾ ലൈൻ വരച്ചിട്ടില്ലേ, ആ സെൻറ്റർ ലൈനും നമ്മൾ ഈ പീസിൽ വരച്ചിരിക്കുന്ന സെൻറ്റർ ലൈനും ഒരേപോലെ വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ മാറിപ്പോകാതിരിക്കാനാണ് കറക്റ്റ് ലൈനുകൾ തമ്മിൽ ഒരുപോലെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്യാം. അതല്ലെങ്കിൽ ജസ്റ്റ് ആ സെൻറ്റർ ലൈനിൽ കൂടി ഒന്ന് അടിച്ചത് സെക്യൂർ ആക്കി അവിടെ വയ്ക്കാം. കറക്റ്റ് സെൻറ്ററുകൾ തമ്മിൽ ഒരുപോലെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് മാറിപ്പോവും. അപ്പോൾ ഞാൻ സെൻറ്റർ തമ്മിൽ ഒരുപോലെ വെച്ചിട്ട് അതിൻ്റെ 2 സൈഡിലും നമ്മൾ 1/2 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തില്ലേ, ആ മാർക്ക് ചെയ്ത ലൈനിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആ മാർക്ക് ചെയ്ത ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ക്വയർ പോലെ നമുക്കവിടെ വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്കൊരു 1/4 ഇഞ്ച്, നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ ലൈനില്ലേ, ആ ലൈൻ വിട്ടിട്ട് ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ 2 സൈഡിലും അതുപോലെ തന്നെ താഴെയും 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. ആ ഉള്ളിലുള്ള ഒരു ചെറിയ പീസ് നമുക്കവിടെ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഈ കോർണർ ഭാഗം കണ്ടോ, ആ 2 കോർണറിൽ നമുക്കൊന്ന് ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. 2 കോർണറിലേക്കും ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അത് തിരിച്ചിടുമ്പോൾ നല്ല രീതിയിൽ വരാനായിട്ടാണ് അങ്ങനെ ചെരിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസ് നല്ല വശത്തേക്ക് മറിച്ചാണ് ഇടേണ്ടത്. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ചീത്ത വശത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇനി ഇത് നല്ല വശത്തേക്ക് മറിച്ചിടണം. അപ്പോൾ ഞാനിതൊന്ന് പതിച്ച് വെച്ചിട്ടൊന്ന് നഖം വെച്ചിട്ടൊന്ന് പോറിച്ചെടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് സ്റ്റിഫായിട്ട് അവിടെ ഇരുന്നോളും. എന്നിട്ട് ഇത് നല്ല വശത്തേക്ക് മറിച്ചിടുകയാണ്. ഇതുപോലെ ഉള്ളിലേക്ക് മറിച്ചിടുമ്പോൾ ഈ പീസ് നല്ല വശത്ത് വന്നിരിക്കും. ഇനി നമുക്ക് തുണി തിരിച്ചിട്ടിട്ട് നോക്കാം. ഇതുപോലെ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് അയൺ ചെയ്തും കൂടെ എടുക്കാം. അപ്പോൾ നല്ല കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഞാനിത് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ ഒരു പീസില്ലേ,
2 പീസ് ഉണ്ടല്ലോ 2 സൈഡിലും, അതിൽ ഒരു പീസ് എടുത്തിട്ട് അതിനൊരു 1/4 ഇഞ്ച് ആദ്യം ഒന്ന് മടക്കുക. അതായത് ഇതുപോലെ 1/4 ഇഞ്ച് ഒന്ന് മടക്കിയിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ലൈൻ കണ്ടോ, നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ലൈനിൻ്റെ മുകളിലേക്ക് വെച്ച് കവർ ചെയ്ത് വെക്കുക. നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ലൈൻ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് സൈഡ് ചേർന്ന് അടിക്കുക. അടിച്ച് നമ്മൾ എവിടം വരെ വന്നെന്ന് വെച്ചാൽ നമ്മൾ ആ കോർണറിലൊന്ന് കട്ട് ചെയ്തില്ലേ, ആ കട്ട് ചെയ്ത് അവിടം വരെ നമ്മൾ കൊണ്ട് നിർത്തണം. താഴെ വരെ അടിച്ചു പോകരുത്. ആ കോർണറിൽ കട്ട് ചെയ്ത ആ ഭാഗം വരെ അടിച്ച് കൊണ്ടുവന്ന് നിർത്തുക. വേണമെങ്കിൽ അവിടെ കെട്ടിട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കറക്റ്റ് ആ ഒരു സ്റ്റിച്ചിങ് ലൈനിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അരിക് വഴി സ്റ്റിച്ച് ചെയ്യണം കറക്റ്റായിട്ട്. ഇത് പുറമേ കാണാനുള്ള ഭാഗം ആയതുകൊണ്ട് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒറ്റ സ്റ്റിച്ച് കൊടുത്തേച്ചാൽ മതി. എന്നിട്ട് ഞാൻ ഇപ്പുറത്തെ സൈഡും ഉണ്ടല്ലോ, അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ലൈനിൻ്റെ അവിടെ വരെ കൊണ്ട് ചെന്ന് കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തല്ലോ. ഇനി വേണ്ടത് നമുക്ക് ഒന്നിൻ്റെ മുകളിലേക്ക് കയറ്റി വയ്ക്കണം. ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള പീസ് റൈറ്റ് സൈഡിലുള്ള പീസിൻ്റെ മുകളിലേക്കാണ് കയറ്റി വയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വെക്കണമെന്നില്ല, നേരെ തിരിച്ച്, അതായത് റൈറ്റ് സൈഡിലുള്ള പീസ് ലെഫ്റ്റ് സൈഡിലുള്ള പീസിൻ്റെ മുകളിലേക്ക് വെച്ചാലും മതി. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഈ രീതിയിലാണ് വയ്ക്കുന്നത്. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്കിപ്പോൾ താഴ്ഭാഗത്ത് നമുക്ക് ഒരു എക്സ്ട്രാ തുണി കുറച്ച് കൂടുതലുണ്ടല്ലോ, അപ്പം മടക്കി വെച്ച് കഴിയുമ്പോൾ അതൊരു കട്ടിക്കിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതായത് ആ കട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് 1/2 ഇഞ്ച് താഴേക്ക് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കളയുക ഒരു പീസ്. താഴെ വരുന്ന പീസിൻ്റെ താഴ്ഭാഗമാണ് കേട്ടോ കട്ട് ചെയ്ത് കളയാവുള്ളൂ. നമ്മൾ മുകളിൽ വെക്കുന്ന പീസിൻ്റെ ഒന്നും കട്ട് ചെയ്ത് കളയരുത്. കണ്ടോ, ഇതുപോലെ മടക്കി വെച്ച് കഴിയുമ്പോൾ താഴെയുള്ള പീസിൽ നമ്മൾ കട്ട് ചെയ്ത് കളയുക. മുകളിൽ അതുപോലെ തന്നെ ഇരുന്നോട്ടെ. മുകളിലുള്ള ഭാഗം നമ്മൾ മടക്കി അടിക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം കട്ടിക്കിരിക്കില്ല, താഴ്ഭാഗത്ത് കറക്റ്റായിട്ട് മടക്കി അടിക്കാനും കിട്ടും. ഇപ്പം നമ്മൾ ആ ഒരു ചെരിച്ച് കട്ട് ചെയ്തേക്കണമെന്ന് പറഞ്ഞ ആ ഭാഗമില്ലേ, അവിടെ മുതലാണ് നമ്മളത് ക്ലോസ് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഞാനൊരു ലൈൻ ഇട്ടിരുന്നു. ആ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം അടിയിലുള്ള നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞാലും ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന തയ്യൽത്തുമ്പൊക്കെ കാണുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് വെക്കണം, കാരണം അത് കറക്റ്റ് നമ്മുടെ മുകളിലേക്ക് തെളിഞ്ഞ് കാണുന്ന ഭാഗമാണ്, പുറമേക്ക് കാണുന്ന ഭാഗമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തയ്യൽത്തുമ്പ് ഒന്നുപോലും കാണാത്ത രീതിയിൽ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലാണ് അവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. താഴ്ഭാഗം ഒരു വി ഷേപ്പിൽ വരുന്ന രീതിയില്ലേ, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ താഴെ 1/4 ഇഞ്ച് മടക്കിയിട്ട് 2 സൈഡിൽ നിന്ന് ആ ഒരു വി ഷേപ്പിൽ അവിടെ മടക്കി വെച്ചാൽ മതി. ഞാനിപ്പോൾ അതുപോലെ തന്നെയാണ് വെക്കുന്നത്. ആ ഒരു സ്ക്വയർ ഷേപ്പ് തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ സൈഡ് കറക്റ്റായിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് താഴെ ഒരു 1/4 ഭാഗം മടക്കി വെച്ചിട്ടുണ്ട്. അതും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിന് ശേഷം അപ്പുറത്തെ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു ബോക്സ് പോലെ നമ്മളവിടെ സ്റ്റിച്ച് ചെയ്ത് പോന്നിട്ടുണ്ട്. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. നിങ്ങൾക്ക് ആദ്യം കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാക്കറ്റാണിത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ 2 ബട്ടൺസും കൂടെ വെച്ചാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.